നമ്മുടെ സന്തോഷം നമ്മുടെ തീരുമാനമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സന്തോഷമാണ്. ഹാപ്പിനെസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആസറ്റ് ഇൻ ലൈഫ്. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോല് നമ്മൾ തന്നെ സൂക്ഷിക്കണം. അത് മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. കഴിഞ്ഞുപോയ പ്രശ്നങ്ങൾ ഓർത്ത് ദുഃഖിക്കരുത്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും ആശങ്ക വേണ്ട. ഈ നിമിഷത്തിൽ ജീവിക്കുക, ഈ നിമിഷത്തിൽ സന്തോഷിക്കുക. ദുഃഖങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. നമുക്ക് സന്തോഷമുണ്ടാകും. വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ സ്വയം നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനൊന്നും ആവില്ല കേട്ടോ. മറിച്ച് അവയെക്കുറിച്ച് നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് നമ്മെ സ്വസ്ഥമാക്കുന്നതും അസ്വസ്ഥമാക്കുന്നതും. നന്നായി ചിന്തിക്കുക, നന്നായി പ്രവർത്തിക്കുക. നമ്മുടെ പുതിയ വർഷത്തിലെ നല്ല തീരുമാനങ്ങളെല്ലാം നടക്കുവാൻ വേണ്ടി നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. പെലെയുടെ മഹത് വചനമാണിത് കേട്ടോ. ഏറ്റവും പ്രധാനം പോസിറ്റീവ് തിങ്കിങ് ആണ്. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കാണുവാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമേ വരുന്നില്ല. മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക എളുപ്പമാണ്, പക്ഷേ സ്വന്തം തെറ്റ് കാണുക വിഷമമാണ്. ശ്രീബുദ്ധൻ്റെ വാക്കുകളാണ്. എഴുന്നേൽക്കൂ, പ്രവർത്തിക്കൂ, ലക്ഷ്യം നേടും വരെ യത്നിക്കൂ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ലോകത്തിൽ ആനന്ദം മാത്രമായിരുന്നെങ്കിൽ ധൈര്യവും ക്ഷമയും നമ്മൾ ആരും പഠിക്കുമായിരുന്നില്ല. ഹെലൻ കെല്ലറുടെ വാക്കുകളാണ്. ലോകത്തിൽ ആനന്ദം മാത്രമായിരുന്നെങ്കിൽ ധൈര്യവും ക്ഷമയും നമ്മൾ ആരും പഠിക്കുകയില്ലായിരുന്നു. ആരെയും പേടിക്കാതെ തലയുയർത്തി നടക്കണം. എപ്പോഴായാലും നമ്മളായിരിക്കുക. എല്ലാവരെയും പ്രീതിപ്പെടുത്താനൊന്നും നമുക്ക് സാധ്യമല്ല. നമ്മെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവരുടെ മുകളിലൂടെ നമ്മൾ പറന്നുയരണം. നമ്മൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. എന്തിനോടെങ്കിലും നമുക്ക് വീണെടുത്തു നിന്നും എഴുന്നേറ്റവർക്കാണ് വിജയം. വീണു പോയിട്ട് തന്നെയാണ് എഴുന്നേറ്റിട്ടുള്ളത്. സ്വപ്നത്തിൻ്റെ പുറകെ ഓടുമ്പോൾ പലരും എന്നെ പരിഹസിച്ചിട്ടുണ്ട്. നല്ലൊരു ജോലി വേണം, നന്നായി ലൈഫ് സെറ്റ് ആകണം എന്നുണ്ട്. പേടിക്കേണ്ട, ഡു യുവർ വർക്ക്. സന്തോഷത്തെ തിരയാതെ സന്തോഷിക്കുക. മറ്റുള്ളവർക്ക് നമ്മുടെ അംബീഷനും പാഷനും ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ പ്രശ്നം നമുക്കാണ്. നമ്മൾ നല്ലൊരു ഡ്രീം വേണം, അതിനെ മാത്രം സ്നേഹിക്കണം. ഉയർന്നു പറക്കാൻ ശ്രമിച്ചാലേ വിജയമുണ്ടാകൂ. നാം മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടൊന്നുമല്ല കേട്ടോ, നമ്മോട് തന്നെയാണ്. പണമാണ് ഒരു പ്രധാന പ്രശ്നം. പണമാണ് മുഖ്യം. പണമില്ലെങ്കിൽ ഒരു വിലയുമില്ലാത്ത ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. സ്ത്രീകൾക്ക് എങ്ങനെ ഇമോഷണലി സ്ട്രോങ് ആകാം, അത് നമുക്ക് തന്നെ നമ്മൾ വാല്യൂ കൊടുക്കണം. നമുക്ക് വില കൊടുത്താലേ മറ്റുള്ളവർ നമുക്ക് വില തരൂ. നന്നായി പ്രവർത്തിക്കുക. നന്നായി വിജയം കണ്ടെത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ജേർണി. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിൽ തന്നെയാണ് കേട്ടോ. സക്സസ് ആരും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നതല്ല. എല്ലാ ദിവസവും വിചാരിക്കും നന്നാവണമെന്ന്.